അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഏറ്റവും വേഗത്തിൽ മാറുകയും ഏറ്റവും പുതിയ സംവിധാനങ്ങൾ നിരന്തരം രൂപപ്പെടുകയും ചെയ്യുന്ന AI യുഗം എന്ന് നാം വിളിക്കപ്പെടുന്ന കാലത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അഥവാ മനുഷ്യബുദ്ധിയോളം ചിന്തിക്കുവാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധി, അതിനുശേഷം മനുഷ്യാതീതമായി ചിന്തിക്കുവാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്കും എത്തും കാലമെന്ന് കരുതുന്ന വിശ്വസിക്കുന്ന കാലത്താണ്. ആന്ത്രോപ്പിക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലുകൾ പുറത്തിറങ്ങുമ്പോൾ സാങ്കേതിക ലോകത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ AI മോഡലുകളും അനേകം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയും മറ്റനേകം സാധ്യതകളെ തുറന്നു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായി യുദ്ധത്തിനടക്കം ഈ AI മോഡലുകൾ ഉപയോഗപ്പെടുത്തുക വഴി അത് മനുഷ്യരാശിയെ തന്നെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം ധാരാളം കോൺസ്പിരസികൾ അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഡീപ് ഫേക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും ലളിതമായി നമ്മുടെ പോക്കറ്റിനെ ചോർത്തിക്കളയുന്ന ഒന്നാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ അതേപടി അനുകരിച്ച് അതേ ശബ്ദത്തിൽ അതേ മുഖഭാവത്തിൽ നമുക്ക് വീഡിയോ കോൾ ലഭിക്കുന്നത് ഏറ്റവും ലളിതവും ഇന്ന് ഏതൊരാൾക്കും വളരെ മിനിമമായി സാങ്കേതിക പരിജ്ഞാനമുള്ള മനുഷ്യരെ പോലും ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ദുരുപയോഗ സാധ്യത എത്രമേലുണ്ടെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. രാഷ്ട്രത്തെ, തിരഞ്ഞെടുപ്പിനെ, മറ്റനേകം സാധ്യതകളെ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് കബളിപ്പിക്കുകയും സത്യവും നുണയും തമ്മിൽ കൂട്ടിക്കുഴച്ച് ഏതാണ് നേര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാം മാറിത്തീരുമ്പോൾ നമ്മെ ഈ അൽഗോരിതത്തിൻ്റെ ചുഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് നമ്മുടെ ആലോചനയെ ഈ വിപണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിപണിയിൽ ചെലവഴിക്കാൻ കഴിയുന്ന AI കമ്പനികൾക്ക് വേണ്ടി അവർ വിലക്കെടുക്കുന്ന രാഷ്ട്രങ്ങൾക്കും അധികാരികൾക്കും വേണ്ടി നാം അവരുടെ പാവകളായി മാറുമെന്നതുമാണ് ഇതിൻ്റെ പരിമിത ഫലം. നാം സൃഷ്ടിച്ച യന്ത്രങ്ങൾക്ക് നമ്മേക്കാൾ ബുദ്ധിയുണ്ടാകാം, എന്നാൽ അവയ്ക്ക് മനുഷ്യ ഹൃദയമില്ല. ജീവൻ്റെ തുടിപ്പോ മരണവേദനയോ അവയ്ക്കറിയില്ല. മനുഷ്യനെ കൊല്ലാൻ സ്വയം തീരുമാനമെടുക്കുന്ന യന്ത്രങ്ങളെ നിരോധിക്കാൻ ലോകം ഒന്നിക്കേണ്ടതുണ്ട്. ഏതൊരു AI സംവിധാനത്തെയും എപ്പോൾ വേണമെങ്കിലും നിർത്തിവെക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്ന ഈ സാങ്കേതിക വിദ്യയെ നിരോധിക്കാൻ ലോകത്തെ വൻശക്തികൾ തയ്യാറാണെന്നതിന് യാതൊരു സൂചനയുമില്ല. വിനാശത്തിലേക്കുള്ള ആ ഓട്ടം തുടരുകയാണ്. സർവവും നശിപ്പിക്കുന്ന ഒരു അഗ്നിയെയാണോ നാം ഇപ്പോൾ നെയ്യൊഴിച്ച് വളർത്തുന്നത് എന്ന ചിന്ത മാത്രമാണ് ഇവിടെ ബാക്കിയാകുന്നത്. ജ്ഞാനമില്ലാത്ത ശാസ്ത്രം മനുഷ്യനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നത് വരും കാലം രേഖപ്പെടുത്തുക സ്വന്തം ചോരുകൊണ്ട് തന്നെയാകാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.